ഹലോ ഗൈസ്, എല്ലാ പ്രാവശ്യം ആദ്യമേ അർത്തിങ്ങിയപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ചെന്നോടനെ ഞങ്ങൾ നേരെ പുണ്യാളെ കാണാൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും മൂപ്പരെ കാണാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നേർച്ചയ്ക്കിട്ട് ഞങ്ങൾ ജയന്റ് വീലിൽ കയറാനുള്ള സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിൽ കയറുന്നതിന് മുന്നുള്ള ആവേശമായിട്ട് കയറി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് തമ്പുരാൻ. അവിടെ ചെന്നപ്പോഴേ ഗൈസിനൊക്കെ ഒരു കാര്യം മനസ്സിലായത്, GPay വർക്കിംഗ് അല്ല, നേരെ കാർഡായിട്ട് ATM വിട്ടു. വലിയ കെറ്റപ്പിലൊക്കെ ജയന്റ് വീലിൽ കയറാൻ വേണ്ടി ആവേശം കൊള്ളിച്ചു പോയതാണ്. ഗൂഗിൾ പേ വർക്കിംഗ് അല്ല ഗൈസ്, ഗൂഗിൾ പേ വർക്കിംഗ് അല്ല. ഇപ്പൊ ATM കയറി തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗ്യത്തിന് ATM പൈസ ഇല്ല. അങ്ങനെ ഒരു കടയിൽ ചേഞ്ചിന് വേണ്ടിട്ട് മാത്രം ഫുഡ് കഴിക്കാൻ കയറി. ഒരു ഓംപ്ലേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ടൈം എടുക്കും പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം ജയന്റ് വീലായിരുന്നു, നമുക്ക് ഒത്തിരി സമയം കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഓംപ്ലേറ്റ് അടിക്കാൻ. കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ഒരു തട്ടുകടക്കാരനെ മാറി. പൈസയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ജയന്റ് വീലിലേക്ക്. ഇവിടെ ഒരുത്തിന് പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിലേക്ക് വലിയുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവനെ വലിച്ചതിന്റെ അകത്ത്. ആനയുടെ ശരീരമാണെങ്കിലും ആട്ടുംകുട്ടിയുടെ മനസ്സാട്ടെ പിഞ്ചോമനക്ക്. ഇനി കുറച്ചേരം നമുക്ക് പൊക്കിയും തത്തിയും കളി. തുടക്കത്തിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിളി. മച്ചാനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് കരഞ്ഞു. അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് നേരെ ആകാശവാഞ്ചിക്ക് ടിക്കറ്റ് എടുത്തു. ഇതിന്റെ ഒരു പോക്കൊണ്ടപ്പോഴത്തേക്കും മച്ചൻ തല കറങ്ങണം എന്ന് പറഞ്ഞാൽ നൈസായിട്ട് സ്കൂട്ടായി. പേടിയില്ലാത്തവർക്കൊക്കെ പേടിക്കാൻ പറ്റിയ കിട്ടൽ ലൈറ്റാണ്. ഓൾറെഡി കിളി പറയുന്നത് ഞങ്ങളുടെ കിളിക്കൂടും മാറി. ഒരുത്തരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ട്രിപ്പായിട്ട് എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുള്ള കേസ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക്. ശരിക്കും ടയേർഡ് ആയതോടെ നേരെ പോയി 4 കൊലുക്ക് സർവേ പൊട്ടിച്ചു. കൂടെ ഒരു കോളിഫ്ലവർ അതും കഴിച്ച് കുറച്ചു നേരം നേരെ പര നടന്നിട്ട് കർത്താവിന്റെ 2-3 സിനിമാറ്റിക് എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി. ബൈ.